ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു ലുക്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇതൊരു എവറിഡേ കോളേജ് ഓഫീസ് ലുക്കാണിത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ളൊരു ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡെസേർട്ട് ബേജ് ആണ് കേട്ടോ. ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ലുക്ക്, നമ്മളൊരു നാച്ചുറൽ ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ഇട്ടാൽ ശരിക്കും അത് എടുത്തറിയും. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫേസിൽ ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെറ്റായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡിങ് പ്രോസസ്സ് നന്നായിട്ട് ചെയ്യണം, കാരണം നമ്മുടെ ഈ ബേസ് മേക്കപ്പ് നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം, ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. ഡെയിലി ബേസിസിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നാൽ ഇത്തിരി ഒരു മേക്കപ്പൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ല CC ക്രീം അല്ലെങ്കിൽ BB ക്രീം, നമ്മുടെ ഷെയ്ഡ് റേഞ്ചിലുള്ള ഏതെങ്കിലും ക്രീം വാങ്ങിച്ച് നമുക്ക് ഈ ഫൗണ്ടേഷൻ പകരമായിട്ട് യൂസ് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ബ്രൗ പെൻസിലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് എൻ്റെ പിരികം കോംബ് ചെയ്തിട്ട് ആ ഗ്യാപ്പുകളെല്ലാം ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വീണ്ടും നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഈവൺ ആയിട്ട് ഇരിക്കത്തുള്ളൂ. സോ ബ്രൗസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനെൻ്റെ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത സെയിം ബ്രൗ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യുന്നത്. കണ്ടോ, ഒരു ഇലോങ്ങേറ്റഡ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. ബേസ് മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മിയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ന്യൂഡ് പെൻസിൽ വെച്ചിട്ട് എൻ്റെ കണ്ണ് ഞാൻ എഴുതുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ഇനി നിങ്ങളൊരു കാജൽ പേഴ്സണാണ്, ഡെയിലി ബേസിസിൽ നിങ്ങൾ കണ്ണ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കാജൽ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ണെഴുതാം. സോ കണ്ണിനൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മസ്കാര അപ്ലൈ ചെയ്യണം. ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് അത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്താൽ മതി. സോ ഇതാണ് ഇന്നത്തെ മേക്കപ്പിൻ്റെ ഒരു ക്ലോസപ്പ് ലുക്ക്. കണ്ടോ, മേക്കപ്പ് ഇട്ടതായിട്ട് നമുക്ക് തോന്നുന്നതിലൊരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.